ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയത്തിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 17ാമത്തെ ദശകമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 17ാം ദശകമായ ധ്രുവചരിതമാണ്. 17ാം ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. അർത്ഥവും പാരായണവും നടക്കുന്നു. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തിവാദാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ധ്രുവചരിത്രമാണ്. ധ്രുവൻ ആരാണ്? ഈ ഭൂലോകം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം വന്ന ആദ്യത്തെ മനുവിന്റെ പുത്രനായ ഉത്ഥാനപാദന്റെ മകനാണ് ധ്രുവൻ. ആദ്യത്തെ പുത്രനാണ് ഉദ്ദാനപാദൻ, മനുവിന്റെ ആദ്യത്തെ പുത്രൻ. മനു വന്നിട്ട് ബ്രഹ്മാവാൽ സൃഷ്ടിക്കപ്പെട്ട ആളാണ്. ബ്രഹ്മാവും സൃഷ്ടിക്കപ്പെട്ട മനുവും ആദ്യത്തെ മനുവും ശതരൂപി, അതിനെ സ്വയംഭൂവ മനു എന്ന് പറയും. സ്വയംഭൂവ മനുവും ശതരൂപിക്ക് ചേർന്ന് വന്ന കുട്ടികളുടെ ആദ്യത്തെ മകനാണ് ഉത്ഥാനപാദൻ. പക്ഷെ അന്ന് തന്നെ 2 ഭാര്യമാരുണ്ടായാലുള്ള പ്രശ്നം ആ കാലത്ത്, ഈ ഭൂമി തുടങ്ങിയ കാലത്ത് തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഈ സൃഷ്ടി തുടങ്ങിയ കാലത്ത് തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോഴും കാണുന്നതിൽ എന്താ അതിശയോക്തി ഉള്ളത്? ആ കാലത്ത് തന്നെ 2 ഭാര്യമാരും മൂത്ത ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതും കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ധ്രുവചരിത്രം പണ്ടുകാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ ആർക്കും ഇതറിയില്ലായിരുന്നു. ധ്രുവന്റെ കഥ കേട്ടിട്ടുണ്ട്. ഉത്ഥാനപാദന്റെ, ഈ ഉത്ഥാനപാദം എന്ന് പറയുന്ന ആള് സ്വയംഭൂവ മനുവിന്റെ മകനായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴാണ് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ 6 ശ്ലോകം വായിക്കാം. 5 ശ്ലോകം വായിക്കാം. എന്നല്ല വായിച്ചത്. ഉത്ഥാനുപാദ നിപതേർ മനുനന്ദനസ്യ ജായാബഭൂവ സുരുചി നിതരാമഭീഷ്ടാം അന്യാസുനീതിരിതി ഭർത്തൃനാനാദരിതാസാം ത്വാമേവ നിത്യമഗതിക്ക് ശരണം ഗതാഭൂത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അംഗേ പിതുഃ സുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്വാ കില സുനീതിരസുതോതിരുക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യ ദുസ്സന്ധ്യജാഗലു ഭവത് വിമൂഖരസൂയാ ത്വാന്മാഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോദിജാംബാം സാ വിശ്വമർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേശംസ ആകർണ്യസോപി പപദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ ചന്ദ്രനാരദ നിവേദിത മന്ത്രമാർഗ ത്വമാരാധ തപസാ മധുകാനന്ദേ താദേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിത മനാഃ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മള് 6ാമത്തെ ശ്ലോകം വായിക്കാം. താവത് തപോബലനിരുച്വസതേ ദിഗന്തേ ദേവാർദിതത്വമുദയത് കരുണാർദ്രചേതാഃ ത്വത്കൃപചിത്രസനിലീനമതേ പുരസ്താ ആവിർബഭൂവിത വിഭോ ഗരുഡാധിരൂഢഃ. താതേ താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്തി അർത്തിതഃ ത്വം ഉദയത് കരുണാർദ്രചേതാഃ.
त्वद्रूपचित्रस निलीनमदे पुरस्ताद् त्वद्रूपचित्रस निलीनमदे पुरस्ताद् नाविर्बभूविल विभोः गरुडाधिरूढः तावत् तपोबलनिरुच्छ्वसिते दिगन्ते देवार्तितमुदयत् कर्णार्द्रचेताः त्वद्रूपचित्रसलीनमदे पुरस्ताद् अविर्बभूविल विभो गरुडाधिरूढः तावत् तपोबल निरुच्छ्वसिते दिगन्ते देव अर्थितः त्वम् उदयात् करुणा आर्द्र चेताः देव अर्थित तत् उदयात् करुणा आर्दित चेताः देव अर्थित त्वम् उदयात् करुणार्द्र चेताः त्वद्रूपचित्रसल्लीलीन मदे पुरस्ताद् त्वद्रूपचित्रस निलीन त्वद्रूपचित्रस लीलीन मदे पुरस्ताद् आविर्बभूविल विभो गरुडाधिरूढः तावत् तपोबलनिरुच्छ्वसिते दिगन्ते देवार्तितमुदयत् कर्णार्द्रचेताः त्वद्रूपचित्रसलीनमदे पुरस्ताद् आविर्बभूविल विभो ഗരുഡാധിരൂഢ ആ സമയം ദിക്മണ്ഡലം മുഴുവൻ അവന്റെ തപോബലം കൊണ്ട് നിരുദ്ധപ്രാണമായി തീരവേ. പ്രഭു, ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായ നിന്തിരുവടി ധ്രുവനിലുണ്ടായ കാരുണ്യത്താൽ ആർദ്രമായ ചിത്തത്തോടു കൂടിയവനായി നിൻതിരുവടിയുടെ ദിവ്യ രൂപാമൃതിയിൽ മുഴുകിയ ബുദ്ധിയോട് കൂടിയ ആ ബാലന്റെ മുമ്പിൽ ഗരുഡാരൂഢനായി പ്രത്യക്ഷീഭവിച്ചു. അതായത് ധ്രുവന്റെ തപസ് കണ്ടിട്ട് ആ തപോബലം കൊണ്ട് ലോകം മുഴുവൻ നിരുദ്ധപ്രാണമായി ആ പണം നിശ്ചലമായി തീരാൻ തുടങ്ങി. ആ സമയം ദിഗ്മണ്ഡലം മുഴുവൻ ധ്രുവന്റെ തപോബലം കൊണ്ട് നിരുദ്ധപ്രാണമായി തീർന്നു, നിശ്ചലമായി തീർന്നു. ഇത് കണ്ടിട്ട് ദേവന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്ക് ഭയം തോന്നി, പേടി തോന്നി. അപ്പൊ ദേവന്മാരൊക്കെ പ്രാർത്ഥിക്കപ്പെട്ടവനായ നിന്തിരുവടി ദേവന്മാരെ നിന്തിരുവടി പ്രാർത്ഥിച്ചപ്പോൾ അപ്പൊ ധ്രുവനിൽ ഉണ്ടായ കാരുണ്യത്താൽ ആർദ്രമായ ചിത്തത്തോടു കൂടിയതായ നിന്തിരുവടി നിങ്ങളുടെ ദിവ്യ രൂപാമൃതത്തിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളെ തന്നെ ദിവ്യ രൂപാമൃതത്തിൽ മുഴുകിയിരിക്കുന്ന ധ്രുവന്റെ മുമ്പിൽ ഗരുഡാരൂഢനായി പ്രത്യക്ഷീഭവിച്ചു. നിങ്ങൾ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവന്റെ മുമ്പിൽ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെട്ടു. ആ സമയം ദിക്മണ്ഡലം മുഴുവൻ അവന്റെ തപോബലം കൊണ്ട് നിരുദ്ധപ്രാണമായി തീരവേ ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായ നിന്തിരുവടി ധ്രുവനിലുണ്ടായ കാരുണ്യത്താൽ ആർദ്രമായ ചിത്തത്തോടു കൂടിയവനായി നിന്തിരുവടിയുടെ ദിവ്യ രൂപാമൃതത്തിൽ മുഴുകിയ ബുദ്ധിയോടുകൂടിയ ആ ബാലന്റെ മുമ്പിൽ ഗരുഡാരൂഢനായി പ്രത്യക്ഷീഭവിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാനിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടക്ഷമാണമവഗമ്യ കപോലദേശേ തുഷ്ടുക്ഷമാണമവഗമ്യ കപോലദേശേ സംസൃഷ്ടവാനസിധരണേ തദാധരേണ. ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടുക്ഷമാണമവഗമ്യ കപോലദേശേ സംസൃഷ്ടവാനസിധരേണ തദാധരേണ. ത്വത്ത് ദർശന പ്രമദ ഭാര തരംഗിതം തം ത്വത് ദർശന പ്രമദ ഭാര തരംഗിതം ത്വം ദൃഗ്ഭ്യാം നിമഗ്നം ഇവ രൂപരസായനേതേ. ദിവ്യാം രൂപ നിമഗ്നം ദിവ്യാം നിമഗ്നം ദിവ്യാം നിമഗ്നം ഇവ രൂപം രൂപരസായനേതേ തുഷ്ടുഷമാണാം അവഗമ്യ കപോലദേശേ തുഷ്ടുഷ്ടമാണാം അവഗമ്യ കപോലദേശേ സംസൃഷ്ടവാനസി ധരേണ അധാധരേണ സംസൃഷ്ടവാനസി ധരേണ തഥാ ധരേണ. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടുഷമാണമവഗമ്യ കപോലദേശേ സംസൃഷ്ടവാനസി ധരേണ തഥാധരേണ.
ഇതിന്റെ അർത്ഥം എന്താണ്? നിൻ തിരുവടിയുടെ ദർശനത്താൽ ഉണ്ടായ സന്തോഷാധിക്യത്താൽ ശോഭിച്ച ചിത്തത്തോടു കൂടിയവനും നിൻ തിരുവടിയുടെ രൂപാമൃതത്തിൽ കണ്ണിണകൾ കൊണ്ട് മുഴുകിയവനെന്ന പോലെ ഇരിക്കുന്നവനുമായ ആ ബാലനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നവനായി അറിഞ്ഞിട്ട് കവിൾത്തളത്തിൽ ശംഖുകൊണ്ട് വർദ്ധിച്ച വാത്സല്യത്തോടെ സ്പർശിച്ചു. അതായത് നിങ്ങൾ ഗരുഡാരൂഢനായി അവിടെ എത്തി. പക്ഷെ ശോഭിച്ച മനസ്സോടുകൂടിയാണ് ധ്രുവൻ തപസ് ചെയ്യുന്നത്. ശോഭിച്ച മനസ്സോടുകൂടി തപസ് ചെയ്യുന്ന ധ്രുവൻ, ആ ബാലകൻ, നിന്തിരുവടിയുടെ ദർശനം വന്നപ്പോൾ സന്തോഷാധിക്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിന്നുപോയി. അപ്പൊ നിങ്ങളെ നിന്തിരുവടിയുടെ രൂപാമൃതത്തിൽ സന്തോഷചിത്തനായി കണ്ണിണകൾ കൊണ്ട് മുഴുകിപ്പോയി. നിന്റെ രൂപാമൃതത്തിൽ, നിന്റെ രൂപമാകുന്ന അമൃതത്തിൽ കണ്ണിണകൾ കൊണ്ട് ധ്രുവൻ മുഴുകിപ്പോയി എന്നാ പറയുന്നത്. അപ്പോ സന്തോഷിച്ചുപോയി. അതിന്റെ ശോഭിച്ചിരുന്ന ധ്രുവൻ സന്തോഷാധിക്യത്താൽ നിൻ തിരുവടിയുടെ രൂപമാകുന്ന അമൃതത്തിൽ കണ്ണിണകൾ കൊണ്ട് മുഴുകിയവനെ പോലെ ഇരിക്കുന്നവനുമായ ആ ധ്രുവൻ എന്ത് ചെയ്യണമെന്നാണെന്ന് അറിയാതെ കണ്ണിണകൾ കൊണ്ട് നിന്നെ കണ്ടിട്ട് നിന്റെ രൂപാമൃതത്തിൽ, ആ അമൃതത്തിൽ മുഴുകിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന, ശോഭിച്ച മനസ്സോടുകൂടി ഇരിക്കുന്ന, പക്ഷെ നിന്നെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാലകന്റെ കവിൾ തടത്തിൽ നിന്റെ ശംഖിന്റെ അറ്റം കൊണ്ട് നീ സ്പർശിച്ചില്ലേ, സ്പർശിച്ച് അവനെ തലോടിയില്ലേ എന്റെ ഗുരുവായൂരപ്പ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് ശംഖിന്റെ അറ്റം കൊണ്ട് ധ്രുവന്റെ കവിൾത്തടത്തിൽ നീ സ്പർശിച്ചു എന്നാണ് പറയുന്നത് നാരായണ ഭട്ടതിരിപ്പാട് നമ്മുടെ ഗുരുവായൂരപ്പനടുത്ത്. 8ാമത്തെ ശ്ലോകം. താവത് വിമോദ വിമലം പ്രണവന്തമേനം ആഭാഷദാഹത്വം അവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭായ ഭുജസ്യ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. താവത് വിമോദ വിമലം പ്രണവന്തമേനം ആഭാഷദ തമ അപഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. താവത് വിമോദ വിമലം പ്രണവന്തമേനെ മാഭാഷദ തമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. എന്താണ് ഇതിലർത്ഥം? ഈ 8ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? താവത് വിബോധ വിമലം പ്രണുവന്തം ഏനം ആഭാഷദാഹ ത്വം അവഗമ്യ തദീയ ഭാവം. താവത് വിബോധ വിമലം പ്രണുവന്തമേനം ആഭാഷദാഹ ത്വമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. താവത് വിബോധ വിമലം പ്രണവന്തമേനം അഭാഷദ തമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. അപ്പോൾ ജ്ഞാനോദയത്താൽ നിർമ്മലനായി തീർന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനായ അവനോട് അവന്റെ മനോഭാവത്തെ മനസ്സിലാക്കിയിട്ട് നിന്തിരുവടി അരുളി ചെയ്തു. അല്ലേ ധ്രുവ, വളരെ കാലം രാജസുഖത്തെ അനുഭവിച്ചിട്ട് പിന്നീട് എല്ലാറ്റിലും മീതെ സ്ഥിതി ചെയ്യുന്നതും പുനരാവൃത്തിയില്ലാത്തതുമായ സ്ഥാനത്തെ പ്രാപിച്ചാലും. ധ്രുവനടുത്ത് പറഞ്ഞത്, നീ കൊച്ചുകുട്ടിയാണ്, നീ ഇപ്പൊ തന്നെ മോക്ഷത്തിലേക്കൊന്നും എത്തണ്ട, നീ രാജ്യസുഖത്തേക്ക് മുഴുവൻ അനുഭവിച്ചുകൊള്ളുക, അനുഭവിച്ച് വിനിവൃത്തിഹീനം, ഈ രാജ്യത്തെ മുഴുവൻ അനുഭവിച്ച് രാജ്യത്തെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച ശേഷം മോക്ഷത്തിലേക്ക് വരിക എന്ന് ഭഗവാൻ ധ്രുവനോട് കൽപ്പിച്ചു. അപ്പോൾ ജ്ഞാനോദയത്താൽ നിർമ്മലായി തീർന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവനായ ധ്രുവനോട് അവന്റെ മനോഭാവത്തെ മനസ്സിലാക്കിയിട്ട് നിന്തിരുവടി ഇപ്രകാരം അരുളി ചെയ്തു. അല്ലേ ധ്രുവ, നീ പോയി രാജ്യം ഭരിക്കുക, വളരെ കാലം രാജ്യസുഖത്തെ അനുഭവിക്കുക, അതിനുശേഷം എല്ലാറ്റിലും ഇതേ സ്ഥിതി ചെയ്യുന്നതും പിന്നീട് എല്ലാറ്റിലും ഇതേ സ്ഥിതി ചെയ്യുന്നതും പുനരാവൃത്തി ഇല്ലാത്തതുമായ സ്ഥാനത്തെ പ്രാപിച്ചാലും.
ആദ്യമൊക്കെ സ്വർഗലോകം അടുത്തായിരിക്കുന്നത്, കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നല്ലേ. അത് കഴിഞ്ഞ് മുകളിലുള്ള സുഖലോകം ബലലോകം എന്നൊക്കെ ഉണ്ടല്ലോ. ഓരോ ലോകത്തിൽ ചെല്ലുമ്പോൾ കുറെ കഴിഞ്ഞാൽ തിരിച്ചു വന്നേക്കും. പക്ഷെ തിരിച്ചു വരാത്ത ലോകമുണ്ട്, അതാണ് വൈകുണ്ഠം. അവിടത്തേക്ക് നീ വന്ന് പ്രാപിച്ചാലും ആദ്യം കുറെ കാലം രാജ്യസുഖത്തേക്ക് അനുഭവിച്ചിട്ട് വന്നാൽ മതി എന്നാണ് ഭഗവാൻ ധ്രുവനോട് പറയുന്നത്. 9ാമത്തെ ശ്ലോകം. ഇത്യുജിഷിത്വയഗരേ നൃപനന്ദനോസ വാനന്ദിതാഖില ജനോ നഗരീമുപേതഃ രമേ ചിരം ഭവദനുഗ്രഹ പൂർണ്ണകാമ താതേ ഗതേ ച വനമാദൃത രാജ്യഭാരഃ. ഇത്യുജിഷിത്വയഗരേ നൃപനന്ദനോസ വാനന്ദിതാഖില ജനോ നഗരീമുപേതഃ രമേ ചിരം ഭവദനുഗ്രഹ പൂർണ്ണകാമ താതേ ഗതേ ച വനമാദൃത രാജ്യഭാരഃ. 9ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഇതി ഊചുഷി ഇത്യുചിഷി ഇതി ഊചിഷി ത്വയി ഗതേ നൃപ നന്ദന അസൗ ആനന്ദിത അഖില ജനഃ നഗരീം ഉപേതഃ. ആനന്ദിതഃ അഖില ജനഃ നഗരീം ഉപേതഃ രേമേ ചിരം ഭവത് അനുഗ്രഹ പൂർണ്ണ കാമഃ. രേമേ ചിരം ഭവത് അനുഗ്രഹ പൂർണ്ണ കാമഃ താതേ ഗതേ ച വനമാദൃത രാജ്യഭാരഃ. രേമേ ചിരം ഭവത് അനുഗ്രഹ പൂർണ്ണ കാമഃ താതേ ഗതേ ച വനമാദൃത രാജ്യഭാരഃ. ഇത്യുജിഷിത്വയ ഗതേ നൃപനന്ദനോസ ആനന്ദിതാഖില ജനോ നഗരീമുപേതഃ രേമേ ചിരം ഭവദനുഗ്രഹ പൂർണ്ണ കാമം താതേ ഗതേ ച വനമാദൃത രാജ്യഭാരഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ പരമാത്മനെ നമഃ. എന്നിപ്രകാരം അരുളി ചെയ്ത് ധ്രുവന് അരുളി ചെയ്തിട്ട് നിൻ തിരുവടി അന്തർധാനം ചെയ്തപ്പോൾ ആ രാജകുമാരൻ എല്ലാ ജനങ്ങളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് നഗരത്തെ പ്രാപിച്ച് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് പരിപൂർണമായ മനോരഥത്തോടു കൂടിയവനായി സ്വപിതാവ് വനത്തിലേക്ക് പോയതിൽ പിന്നെ കയ്യേൽക്കപ്പെട്ട രാജ്യഭാരത്തോടു കൂടിയവനായി വളരെ കാലം സുഖമായി കഴിച്ചു കൂട്ടി. എന്നിപ്രകാരം നീ തിരുവടി അരുളി ചെയ്ത് അന്തർധാനം ചെയ്തപ്പോൾ ഈ രാജകുമാരൻ എല്ലാ ജനങ്ങളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് നഗരത്തെ പ്രാപിച്ച് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് പരിപൂർണമായ മനോരഥത്തോടു കൂടിയവനായി സ്വപിതാവ് വനത്തിലേക്ക് പോയതിൽ പിന്നെ കയ്യേൽക്കപ്പെട്ട രാജഭാരത്തോടു കൂടിയവനായി വളരെ കാലം സുഖമായി കഴിച്ചുകൂട്ടി എന്ന് പറയുകയാണ്. ഇതൊക്കെ ഗുരുവായൂരപ്പൻ അറിയാം, എന്നാലും നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു കൊടുക്കാൻ. ഗുരുവായൂരപ്പനാണല്ലോ ഇതിന്റെ എല്ലാ ആള്. അടുത്ത 10ാമത്തെ ശ്ലോകം. യക്ഷേണ ദേവനിഹരേ പുനരുത്തമേസ്മിൻ യക്ഷൈഹി സയുദ്ധ നിരതോ വിരതോ മനൂക്യാ. യക്ഷേണ ദേവനിഹരേ പുനരുത്തമേസ്മിൻ യക്ഷൈഹി സയുദ്ധ നിരതോ വിരതോ മനൂക്യാ. ശാന്ത്യാ പ്രസന്ന ഹൃദയ ധനധാതുവേദ ത്വദ്ഭക്തിമേവ സുദൃഢമാവൃണോന്മഹാത്മാ. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സഹ യുദ്ധനിരതോ വിരതോ മനൂക്യാം. ശാന്ത്യാ പ്രസന്ന ഹൃദയ ധനധാതുവേദ ത്വദ്ഭക്തിമേവ സുദൃഢം ആവൃണോന്മഹാത്മാ. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സ യുദ്ധനിരതോ വിരതോ മനൂക്യാം. ശാന്ത്യാ പ്രസന്ന ഹൃദയ ധനധാതുവേദ ത്വദ്ഭക്തിമേവ സുദൃഢം ആവൃണോന്മഹാത്മാ. അതിന്റെ പദത്തെ പിരിച്ചു പറയുകയാണെങ്കിൽ യക്ഷേണ ദേവ നിഹതേ പുനഃ ഉത്തമേ അസ്മിൻ. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേ അസ്മിൻ യക്ഷൈഃ സഹ യുദ്ധനിരതോ വിരതഃ മനുമുക്ത്യാ. ശാന്ത്യാ പ്രസന്ന ഹൃദയാത് ധനദാത് ഉവേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാം അവർണോത് മഹാത്മാ. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സ യുദ്ധനിരത വിരതഃ മനുമുക്ത്യാം. ശാന്ത്യാ പ്രസന്ന ഹൃദയാ ധനദാത് ഉവേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാം അവർണോത് മഹാത്മാ. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സ യുദ്ധനിരതോ വിരതോ മനൂക്ത്യാ. ശാന്ത്യാ പ്രസന്ന ഹൃദയ ധനദാതുവേദ ത്വദ്ഭക്തിമേവ സുദൃഢാം അവർണോന്മഹാത്മാ. ഹേ ഭഗവാൻ,
പിന്നീട് സുരൂചി പുത്രനായ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടപ്പോൾ ആ ധ്രുവൻ യക്ഷന്മാരോടുകൂടി യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി സ്വയംഭൂവന്റെ വാക്കിനാൽ അതിൽ നിന്നും വിരമിച്ചു. അതായത് ഭഗവാനെ, സുരൂചി പുത്രനായ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ യക്ഷനെ കൊല്ലാനായിട്ട് യക്ഷന്മാരെയൊക്കെ വധിച്ചു കളയാനായിട്ട് ധ്രുവൻ പുറപ്പെട്ടു, സ്വന്തം അനുജനെ കൊല്ലാല്. പക്ഷെ അതേ സമയത്ത് സ്വയംഭൂ മനുവിന്റെ മകനായ ഉത്തമപാദൻ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും മാറ്റി നിർത്തി. മഹാമനസ്കനായ അദ്ദേഹം യക്ഷന്മാരുണ്ടായ കോപത്തിന്റെ ശമനത്താൽ സന്തുഷ്ടചിത്തനായി വല്ലത്യവനായ കുബേരനിൽ നിന്നും സുസ്ഥിരമായ ലിത്തിരുവടിയുടെ നേർക്കുള്ള ഭക്തിയെ തന്നെയാണ് വരിച്ചത്. ഭഗവാൻ പിന്നീട് സുരൂചി പുത്രനായ ഒരു ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടപ്പോൾ ആ ധ്രുവൻ യക്ഷന്മാരോടുകൂടി യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി സ്വയംഭൂ മനുവിന്റെ വാക്കിനാൽ അതിൽ നിന്നും വിരമിച്ചു. മഹാമനസ്കനായ അദ്ദേഹം യക്ഷന്മാരോടുണ്ടായ കോപത്തിന്റെ ശമനത്താൽ സന്തുഷ്ടചിത്തനായി കാണാൻ വന്നെത്തിയവനായ കുബേരനിൽ നിന്നും സുസ്ഥിരമായ നിൻതിരുവടിയുടെ നേർക്കുള്ള ഭക്തിയെ തന്നെയാണ് വരിച്ചത്. ചെറുതായിട്ട് പറയുകയാണ്, ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, സുരൂചിപുത്രനായ ഉത്തമൻ ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ടപ്പോൾ ധ്രുവൻ വലിയൊരു യുദ്ധസന്നാഹത്തോടുകൂടി ചെന്നിട്ട് ആ യക്ഷനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷെ ആ യക്ഷൻ വരണന്റെ കൂടെയുള്ള ആളായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് കൊല്ലാൻ പാടില്ല എന്ന് വരനെ അപേക്ഷിക്കാനായിട്ട് വന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ ഇവരെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, സ്വയംഭൂ മനുവിന്റെ മകനായ ഉത്താനപാദന്റെ ഉപദേശപ്രകാരം. ഇത് കണ്ട് സന്തോഷിതനായ വരണ ഭഗവാൻ ധ്രുവന് വേണ്ട ആശീർവാദം കൊടുത്തു. അപ്പൊ ധ്രുവൻ ആവശ്യപ്പെട്ടത് ഭഗവത് ഭക്തിയെ മാത്രമാണ്. ഭഗവത് ഭക്തിയെ ധ്രുവന് അദ്ദേഹം നൽകി. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 11 ശ്ലോകമുണ്ട് ഈ ദശകത്തില്. 11. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ എവം സ്വഭൃത്യ ജനപാലന ലോലദീസ്ത്വം പാതാലയാധിപതിരുന്തി മാം മമായൗഘാനൻ അന്തേ ഭവത് പുരുഷനിത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ എവം സ്വാഭൃത്യ ജനപാലന ലോലദീസ്ത്വം പാതാലയാധിപനിരുന്തി മമാമയൗഘനാൻ. അന്തേ ഭവത് പുരുഷ നിത വിമാനയാതഃ മാത്രാ സമം ധ്രുവപദേ മുദിതോ യമാസ്തേ. അന്തേ ഭവത് പുരുഷ നീത വിമാനയാതഃ മാത്രാ സമം പുരുഷ ധ്രുവപദേ മുദിതഃ അയമാസ്തേ. ഏവം സ്വഭൃത്യ ജനപാലേന ലോലദീഹത്വം ലോലദീത്വം പാതാലയാതവനിരുന്തി മമ ആമയ ഔഘാൻ. പാതാലയാതവനിരുതി മമ ആമയ ഔഘാനന്. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ എവം സ്വഭൃത്യ ജനപാലന ലോലദീസ്ത്വം പാതാലയാതിവനിരുന്തി മമ ആമയ ഔഘാനന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദ്ദേഹം അവസാനത്തിൽ തന്റെ അമ്മയോടുകൂടി അങ്ങയുടെ പാരിഷദന്മാരാൽ കൊണ്ടുവരപ്പെട്ട വിമാനത്തിൽ ചെന്ന് ധ്രുവമണ്ഡലത്തിൽ സന്തുഷ്ടനായി സ്ഥിതി ചെയ്യുന്നു. ഗുരുവായൂർ പുരേശ, ഇപ്രകാരം തന്നെ സേവിക്കുന്നവരെ കാത്തുരക്ഷിക്കുന്നതിൽ അനുഭവമുള്ള മനസ്സോടുകൂടിയ നിന്തിരുവടി എന്റെ രോഗ സമൂഹങ്ങളെ തടുത്ത് അരുടേണമേ. അങ്ങനെ ധ്രുവൻ ഭഗവാന്റെയും വരണ്ടന്റെയും ഒക്കെ ആശീർവാദം കിട്ടിയ ശേഷം അവസാനം അമ്മയോടുകൂടി അങ്ങയുടെ പാരിഷദന്മാരാൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കൊണ്ടുവരപ്പെട്ട അമ്മയുടെ പാരിഷദന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറി ധ്രുവമണ്ഡലത്തിൽ സന്തുഷ്ടമായി ജീവിച്ചു പോരുന്നുണ്ട്. മരിച്ചിട്ടില്ല. ആകാശത്ത് ധ്രുവമണ്ഡലത്തിൽ ധ്രുവൻ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. എന്നിട്ട് ഗുരുവായൂർ പുരേശ, ഇപ്രകാരം തന്നെ സേവിക്കുന്നവരെ കാത്തുരക്ഷിക്കുന്നതിൽ അനുഭവമുള്ള മനസ്സോടുകൂടിയ നിന്തിരുവടി എന്നെ എന്റെ സർവ്വരോഗങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തി കിട്ടുവാൻ സഹായിക്കണമേ എന്റെ ഗുരുവായൂരപ്പ ഭഗവാനെ നാരായണായ. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിത്തമുക്താപിത പദ്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയ വാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. നമ്മുടെ 17-ാം ദശകമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. 17-ാം ദശകത്തിലെ 6 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ പാരായണം ചെയ്തത്. ധ്രുവചരിതം 17-ാം ദശകം ഇതോടുകൂടി സമാപിക്കുകയാണ്. ഇന്നത്തെ അധ്യായം അവതരിപ്പിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. ഏവർക്കും നന്ദി, നമസ്കാരം.